ഹായ്, നിങ്ങൾ എപ്പോഴെങ്കിലും സോപ്പ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന സോപ്പാണോ, അല്ല നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് ആ സോപ്പ് മൂലം ക്യൂർ ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഇനി മുതൽ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ കെയറിലെ തന്നെ ഏറ്റവും ബേസിക്കായ ഒന്നാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റുട്ടീനിൽ തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ സോപ്പ് അല്ലേ. എല്ലാവരും കുടിക്കുന്നവരാണ്, അപ്പോൾ എല്ലാവർക്കും ഈ സോപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ വെറുതെ ഒരു സോപ്പ് ചൂസ് ചെയ്യുന്നതിലൂടെ, വെറുതെ ഒരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടും ഏതെങ്കിലും ഒരു കെമിക്കൽ സോപ്പ് മേടിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡാമേജ് ആവുകയും അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കേണ്ട അവസ്ഥയായിരിക്കും നാളെ വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പുകളിലൊക്കെ സർഫക്റ്റൻസ്, ഫ്രാഗ്രൻസ് ബൂസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വൈറ്റനിങ് ഏജൻറ്റ്, അതുപോലെ മോയ്സ്ചറൈസിങ് ഏജൻറ്റ് തന്നെ, അതുപോലെ പ്രിസർവേറ്റീവ്സ്, അതുപോലെ ഒരുപാട് കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് അത് വളരെ ഹാംഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് റിസൾട്ട് കിട്ടിയെങ്കിലും പിന്നീട് അത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ അത് എഫക്റ്റ് ചെയ്തേക്കാം. നമ്മൾ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞ പോലും ഇപ്പോൾ കുറേ പേര് ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞു പോലും വിൽക്കുന്ന സോപ്പുകളിൽ അതിലും ബേസ് വെച്ച് ഉണ്ടാക്കുന്നവരും ഉണ്ട്. നമ്മൾ ഫുൾ ആൻഡ് ഫുള്ള് സ്ക്രാച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ലൈക്ക് ബേസ് വെച്ച് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർ കടയിൽ നിന്ന് മേടിക്കുന്ന ഇൻബിൽട്ടായിട്ട് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അവർ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് മെൽറ്റ് ചെയ്തിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, സ്ക്രാച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ലൈക്ക് ഓയിലും സ്കിന്നിന് മെച്ചാവുന്ന വിധത്തിലുള്ള ഓയിലും, ഒലിവ് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ പോലുള്ള ഓയിലും അതുപോലെ തന്നെ ബട്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ സോപ്പ് ഉണ്ടാക്കുന്നത്. ഫുള്ള് സ്ക്രാച്ച് ആയിരിക്കും. അതിലൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ സോപ്പിൽ 45 to 50 ദിവസമെങ്കിലും വെച്ചെടുത്താൽ മാത്രമേ നമ്മുടെ സോപ്പായി മാറത്തുള്ളൂ. അതുപോലെ ഈ സോപ്പിൻ്റെ കാലയളവ് അത്രയും ഡേയ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ കോസ്റ്റും കുറച്ച് നോർമലി ഉള്ള സോപ്പിനേക്കാളും കുറച്ച് ഹൈലി ആയിരിക്കും. പിന്നെ നമ്മൾ ഈ സോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ അലുവേര ആണെങ്കിൽ അലുവേര പൾപ്പും, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നീമിൻ്റെ ആണെങ്കിൽ നീമിൻ്റെ ജ്യൂസും, അങ്ങനത്തെ പൾപ്പും ജ്യൂസ് പൗഡേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എസെൻഷ്യൽ ഓയിലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യാറില്ല. ഫ്രാഗ്രൻസിന് പകരം എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസെൻഷ്യൽ ഓയിലാണെങ്കിൽ നമുക്ക് ഗുണവും കിട്ടും, അതുപോലെ തന്നെ അതിൻ്റേതായ ഫ്രാഗ്രൻസ് കിട്ടും. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രാക്റ്റ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു അലുവേരാൻ്റെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലുവേരാൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഫസ്റ്റത്തെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള വാട്ടറി ടൈപ്പ് എടുക്കുന്നു, ഓയിലി ടൈപ്പ് ആൻഡ് വാട്ടറി ടൈപ്പ് നമ്മൾ എക്സ്ട്രാക്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഓയിലി ടൈപ്പാണ് ഈ എസെൻഷ്യൽ ഓയിൽ. അത്രയും ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ സോപ്പ് ഇൻബിൽട്ടായിട്ട് നമ്മൾ കുറച്ച് സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന വിധത്തിലും, അതുപോലെ സ്കിൻ പ്രോബ്ലംസ് ക്യൂർ ആവുന്ന വിധത്തിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന വിധത്തിൽ കസ്റ്റമൈസേഷനാണ് വേണം എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സോപ്പൊക്കെ ആവും, ഇപ്പോൾ ചാർക്കോൾ റോസ് സോപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹൈലി ഓയിലി അല്ലെങ്കിൽ ടാനൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ചാർക്കോൾ റോസ് സോപ്പ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ അത് ജെൻസിനും അതുപോലെ തന്നെ ജെൻസിനും ലേഡീസിനും ഈക്വലി അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജെൻസിനൊക്കെ ആകുമ്പോൾ അവർക്ക് കയ്യിലൊക്കെ ചെറിയ ടൊമാറ്റോ പിമ്പിൾസ് പോലെ ചെറുതൊക്കെ ഉണ്ടാകും. അതൊക്കെ ക്യൂർ ആകാനൊക്കെ ഈ ചാർക്കോൾ റോസ് സോപ്പ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ആഗ്നെ പർപ്പസിനൊക്കെ ആണെമ്പോൾ അലുവേര നീം സോപ്പ് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ ആൻറ്റി ആഗ്നെ സോപ്പായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. റീസെൻ്റ്ലി എനിക്കൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരെ കുഞ്ഞു കുട്ടികൾക്ക്, അവരെ ചെറിയ കുട്ടിക്ക് 8 വയസ്സായ മോൾക്ക് അതുപോലെ ഡ്രൈ ആൻഡ് ഫ്ലിക്കി ഡ്രൈ സ്കിന്നാണ്, അവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അവർക്ക് സോപ്പ് പ്രിപ്പയർ ചെയ്ത് തന്നെ കോൾഡ് പ്രോസസ് മെത്തേഡിലുള്ള സോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിനോടൊപ്പം ഞാൻ അറ്റാച്ച് ചെയ്ത് ഇടാം. നിങ്ങൾക്കും അതുപോലത്തെ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൂടെയോ നിങ്ങൾക്കും ചോദിക്കാം. സ്കിൻ ടൈപ്പിനെ കുറിച്ചോ സ്കിൻ കെയറിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ കോൾഡ് പ്രോസസ് സോപ്പും മാർക്കറ്റ് സോപ്പും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോൾഡ് പ്രോസസ് സോപ്പ് ഇനിയും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരിക്കും ഷൈല ഫ്രം ഓവൈമർ ഓർഗാനിക്.